ചങ്ങായിമാരെ, ഞാൻ നിങ്ങളെ ബാബുരാജ് ഭഗവതി സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ബാബുരാജ് സാറ് പറയുന്നത് ജയിലിൽ ജയിലറായ അനിൽകുമാർ എന്ന പേരുള്ള ഒരു പോലീസുകാരൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ജയിലിൽ പോലും ചില പോലീസുകാർ മുസ്ലിം തടവുകാരോട് കാണിക്കുന്ന വർഗീയപരമായ പെരുമാറ്റാണ് ഈ വീഡിയോ പറയുന്നത്. അതായത് ജയിലിൽ കിടക്കുന്ന മുസ്ലിം തടവുകാരും അവരെ കാണാൻ വരുന്ന അവരുടെ ബന്ധുക്കളുണ്ടല്ല, അവരെയൊക്കെ തീവ്രവാദികളായിട്ടാണ് ചില പോലീസുകാർ കാണുന്നതെന്നാണ് ബാബുരാജ് സാർ ഈ വീഡിയോ പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ബാബുരാജ് സാർ പറയുന്ന ഈ കാര്യങ്ങളുണ്ടല്ല, ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ കേൾക്കണം. പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രമായിട്ടുള്ള ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു വീഡിയോ സീരീസ് ഉണ്ട്. അത് എക്സ്പ്രസ് ഡയലോഗ് എന്നുള്ള സീരീസിന്റെ പേര്. 5-6 മാധ്യമപ്രവർത്തകർ ചുറ്റും കൂടി ഇരുന്ന് ഒരാളെ ഇന്റർവ്യൂ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. അങ്ങനെ ധാരാളം ഇന്റർവ്യൂസ് അവർ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം അവർ പുറത്തു വിട്ടിരുന്നു. ജയിൽ അല്ല ശിക്ഷ, ജയിലിലേക്ക് വരുന്നതാണ് ശിക്ഷ. അതാണ് ആ വീഡിയോന്റെ ശീർഷകം. അവർ ഇന്റർവ്യൂ ചെയ്തത് നേരത്തെ വിയൂർ സെൻട്രൽ ജയിലിൽ ജോലി ചെയ്തിരുന്ന അവിടുത്തെ മേധാവിയായിരുന്ന കെ അനിൽകുമാർ. അദ്ദേഹത്തെ ഒരു ഇന്റർവ്യൂ ആണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സാധാരണ വളരെ കോമൺ സെൻസിൽ ആളുകൾ സംസാരിക്കുന്ന അതേ തരത്തിലുള്ള ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ജയിലിൽ കൊടുക്കുന്ന ആഹാരത്തെക്കുറിച്ച്, അവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ച്, അവർക്ക് ലഭിക്കുന്ന സുഖസൗകര്യങ്ങളെ കുറിച്ച്, ഇങ്ങനെ ഒരുപാട് വേവലാതികൾ മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട്. ഗോവിന്ദച്ചാമി ആദ്യഘട്ടത്തിൽ പോകുമ്പോൾ ശരീരം, അതിനുശേഷം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ കാണുന്ന ശരീരപുഷ്ടി, ഇതൊക്കെ അവർ വിവരിക്കുന്നുണ്ട്. അതിൽ അവർ അസ്വസ്ഥരാണ്. അങ്ങനെ പല, അതുപോലെ തടവുകാർക്ക് വേതനം കൊടുക്കുന്നതിനെ കുറിച്ച് അവർക്ക് ചില വേവലാതികളുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന മെനുവിനെ കുറിച്ചുള്ള വേവലാതികളുണ്ട്. അങ്ങനെ പല വേവലാതികൾ ഈ മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. അതായത് സാധാരണഗതിയിൽ നമ്മൾ പൊതുജനങ്ങളിൽ നിന്ന് കണ്ടുവരുന്ന തരത്തിലുള്ള ജയിലുകളെ കുറിച്ചുള്ള എല്ലാതരം മുൻവിധികളോടുള്ള ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്. എന്നാൽ അതേസമയം ഈ ചോദ്യങ്ങൾക്ക് മുൻ ജയിലറായിരുന്ന വിയൂർ ജയിലിന്റെ മേധാവിയായിരുന്ന അനിൽകുമാർ കുറെ കൂടെ പോസിറ്റീവായിട്ടുള്ള ഉത്തരങ്ങളാണ് അദ്ദേഹം നൽകുന്നത്. അദ്ദേഹം പല കാരണങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ജയിലെ ഒരു കറക്ഷണൽ ഹോമാണെന്നുള്ള പോലെയുള്ള ആ സങ്കല്പത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഈ വീഡിയോ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറയാൻ അല്ല നമ്മൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത്. എന്നാൽ അതിനിടയിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അദ്ദേഹം തടവുകാരെ കുറിച്ച് പറയുകയാണ്. മാവോയിസ്റ്റ് തടവുകാരെയും മുസ്ലിം തടവുകാരെയും തമ്മിൽ അദ്ദേഹം വേർതിരിക്കുന്നുണ്ട്. അപ്പൊ മാവോയിസ്റ്റ് തടവുകാരെ യഥാർത്ഥത്തിൽ ഒരു സാധാരണ ഒരു ലെസർ ഇവിലാണെന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. എങ്കിൽ പോലും അദ്ദേഹം ഒട്ടൊക്കെ ബഹുമാനത്തിൽ കൂടിയാണ് സംസാരിക്കുന്നത്. ആ ബഹുമാനം ഇതാണ്: അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. അവർ പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. നമുക്കറിയാലോ, നാട്ടിൽ മുഴുവൻ പലതരത്തിലുള്ള അട്രോസിറ്റീസ് നടക്കുന്നുണ്ട്. ആദിവാസി മേഖലയിൽ നടക്കുന്നുണ്ട്, ദളിത് പീഡനങ്ങൾ നടക്കുന്നുണ്ട്, പല പതിതരായ മനുഷ്യർക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ മാവോയിസ്റ്റുകൾ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, സൈദ്ധാന്തികമായി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം മുട്ടിപ്പോകും. അപ്പോൾ കാരണം അവർ കുറെ കൂടെ ഒരു ബഹുമാനത്തോടു കൂടിയാണ് അദ്ദേഹം മാവോയിസ്റ്റുകളെ കുറിച്ച് സംസാരിക്കുന്നത്. രൂപേഷിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. രൂപേഷ് എങ്ങനെയാണ് ഇടപെട്ടതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിന് നല്ല കാര്യമാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹം തീവ്രവാദികളും ഭീകരവാദികളായ ചില ആളുകളെ കുറിച്ച് സംസാരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്: അവർ പഴയ പോലെയല്ല. ഈ ആളുകൾ, അവിടേക്ക് വരുന്ന മൊത്തം ആ വിഭാഗങ്ങളെ, മൊത്തം ജയിലിനെ തന്നെ അപകടത്തിലാക്കുന്ന ചില ആളുകളുണ്ട്. ഈ ആളുകൾ മുസ്ലിം തടവുകാരാണ്. മുസ്ലിം എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇപ്പോഴും അവർ കൂറികളെയും നദികളെയും സ്വപ്നം കാണുന്ന ആളുകളാണ്. മാവോയിസ്റ്റുകൾക്ക് ചില കാരണങ്ങളുണ്ട്, എന്നാൽ മുസ്ലിങ്ങൾക്ക് എന്ത് കാരണമാണുള്ളതെന്ന് അദ്ദേഹം ചോദിക്കുന്നത്. ഈ വിയൂർ സെൻട്രൽ ജയിലിൽ അദ്ദേഹമുള്ള സമയത്തിന് കിടന്നിരുന്ന ആളാണ് റാസിഖ് റഹീം. അതുപോലെ നിരവധി തടവുകാർ ഇപ്പോഴും അവിടെ മുസ്ലിം തടവുകാരുണ്ട്. ഹൈ സെക്യൂരിറ്റി പ്രിസണിൽ ധാരാളം തടവുകാരുണ്ട്. ഈ തടവുകാരിലായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള തടവുകാരെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഈ പറയുന്നത്. കൂറികളെയും നദികളെയും ഒക്കെ സ്വപ്നം കാണുന്ന ആളുകളായിട്ടും പ്രത്യേകിച്ചൊരു കാരണവും ഇല്ലാതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളായിട്ടാണ് അദ്ദേഹം മുസ്ലിം തടവുകാരെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നതും കാണുന്നത്. അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നു: ഈ മുസ്ലിം തടവുകാർക്ക് എവിടെ നിന്നൊക്കെയോ പണം വരുന്നു. എല്ലാ മാസവും അവർക്ക് മണി ഓർഡർ വരുന്നു. എനിക്കറിയാം, പല തടവുകാർക്കും വീടുകളിൽ നിന്ന് ആളുകൾ പണം അയച്ചു കൊടുക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവിടെ 1400 രൂപ ചെലവഴിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി. ആദ്യമൊക്കെ 7 മിനിറ്റ് സംസാരിക്കാനാണ് ഫോണിൽ സംസാരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നത്. പിന്നീട് അത് ആ സമയം വർദ്ധിപ്പിക്കും. അങ്ങനെ നമുക്ക് സംസാരിക്കണമെങ്കിൽ അവർ പണം കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ ക്യാരിയിൽ നിന്ന് അവർക്ക് ചില സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. അതിനൊക്കെ അവർക്ക് പണം ആവശ്യമാണ്. ഈ പണം അവർക്ക് തികയാതെ വരുമ്പോൾ വീടുകളിൽ നിന്ന് ആളുകൾക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അത് മാവോയിസ്റ്റുകൾക്കും അയച്ചു കൊടുക്കാറുണ്ട്, ഏത് തടവുകാർക്കും അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ മുസ്ലിം തടവുകാർക്കും അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ മുസ്ലിം തടവുകാർക്ക് വരുന്ന പണത്തെക്കുറിച്ച് അദ്ദേഹം ഒരു ദുസ്സൂചനയോട് കൂടിയാണ് സംസാരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം വേറൊരു കാര്യം പറയുകയാണ്: മുസ്ലിം തടവുകാർ മറ്റുള്ള തടവുകാരെ പോലെ എല്ലാ മുസ്ലിം തടവുകാരുടെ കുടുംബങ്ങൾ, അവർ തങ്ങളുടെ കുടുംബത്തിലെ ആളുകൾ, തങ്ങളുടെ കുടുംബാംഗങ്ങൾ ജയിലിൽ കിടക്കുന്നത് ഒരു അഭിമാനത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് അവർ കിടക്കുന്നത് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ തടവുകാരെ കുറിച്ച് ഇത്തരത്തിലുള്ള മാറ്റം ആളുകൾക്ക് ഉണ്ടാകുന്നത്. ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്: സാധാരണഗതിയിൽ
മുസ്ലിം തടവുകാർ കുറച്ച് കുഴപ്പക്കാരായിട്ടുള്ള ആളുകളാണെന്ന് പറയുന്ന പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ തടവുകാരായിട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ, മുൻ തടവുകാരായിട്ടുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ, മാവോവാദി തടവുകാരോട് സംസാരിക്കുമ്പോൾ, പലതരത്തിലുള്ള തടവുകാരോട് സംസാരിക്കുമ്പോൾ മുസ്ലിം തടവുകാരെ കുറിച്ച് ഒട്ടൊക്കെ ഒരു കുഴപ്പം പിടിച്ച ആളുകളായിട്ട് സംസാരിക്കുന്നതായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം പക്ഷേ ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് വ്യക്തമാവുന്നത്, മുസ്ലിം തടവുകാരെ ഇതര തടവുകാരിൽ നിന്ന് വേറിട്ടാണ് ജയിലർ പോലും കാണുന്നത്. കാരണം റാസിഖ് റഹീം തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം തടവുകാർ ജനങ്ങൾക്ക് വേണ്ടിയല്ല, വേറെ ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ്. ബാക്കി ആളുകളൊക്കെ ഈ പ്രത്യേകിച്ചും മാവോയിസ്റ്റ് തടവുകാരും അതുപോലെയുള്ള രാഷ്ട്രീയ തടവുകാരൊക്കെ ഈ ജനത്തിന് വേണ്ടി സംസാരിക്കുന്നവരും മുസ്ലിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയല്ല, വേറെ എന്തിനൊക്കെ വേണ്ടി സംസാരിക്കുന്നവരായിട്ടാണ് കാണുന്നത്. അതായത് അവരൊരു കുഴപ്പം പിടിച്ച ആൾക്കാരാണ്, അവരെ ഒരു തരത്തിലുള്ള പരിഗണനയും അർഹിക്കാത്തവരാണെന്നൊരു മനോഭാവം ജയിലിനുള്ളിലുണ്ട്, ജനങ്ങൾക്കുണ്ട്, ഇതര വിഭാഗങ്ങളുണ്ട്. ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു വംശീയതയുടെ ഭാഗമാണ്, ഇസ്ലാമോഫോബിയയുടെ ഭാഗമാണ്. ഈ വീഡിയോ പറയാൻ ശ്രമിക്കുന്നത് മുസ്ലിം തടവുകാരെ നാം എന്തുകൊണ്ടാണ് വേറിട്ട് കാണുന്നത്. ജയിലിൽ മുസ്ലിം തടവുകാരത്തിന്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് ജയിലുകളിൽ തടവ് ശിക്ഷ അനുഭവിച്ചു വരുന്ന പലതരം ആളുകളുണ്ട്. ഇപ്പോൾ ഉമർ ഖാലിദ്, അദ്ദേഹം ദീർഘകാലമായിട്ട് തടവറയിൽ കഴിഞ്ഞുകൂടുന്ന ഒരാളാണ്, തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഉമർ ഖാലിദിനോട് നമുക്കുണ്ടാകുന്ന ഒരു മനോഭാവം, പുറമെയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന മനോഭാവം അദ്ദേഹം കുറെ കൂടെ ആക്സെപ്റ്റബിൾ ആണ്. അതായത് ഗാർഡിയൻ അദ്ദേഹത്തിനെ കുറിച്ച് ഇന്റർവ്യൂ പ്രസിദ്ധീകരിക്കുന്നു, മംദാനി, ന്യൂയോർക്കിൽ മേയറായിട്ടുള്ള മംദാനി അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നു, ഇന്ത്യയിലെ വിവിധ മതേതരവാദികൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്നു, സംസാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഒരു വിശ്വാസിയായിട്ടുള്ള തടവുകാരനെ കുറിച്ച് നാം സംസാരിക്കാൻ പതിവില്ല. അതായത് UAP തടവുകാരായിട്ട് ഇപ്പോൾ ഷർജിൽ ഇമാം ഉദാഹരണത്തിന്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച റാസിഖ് റഹീമിനെ പോലുള്ള തടവുകാർ, ഇപ്പോഴും തടവുശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ. അപ്പോൾ ഈ തടവറയിലുള്ള മുസ്ലിങ്ങൾ തന്നെ പലതരത്തിൽ വേറിട്ടാണ് കാണുന്നത്. വിശ്വാസിയായിട്ടുള്ള മുസ്ലിമിനെ കാണുന്ന പോലെയല്ല അവിശ്വാസിയായിട്ടുള്ള മുസ്ലിമിനെ കാണുന്നത്. ഒരു സെക്യുലർ മുസ്ലിമിനെ കാണുന്ന പോലെയല്ല ഇവരുടെ കാഴ്ചപ്പാടിൽ സെക്യുലർ അല്ലാത്ത ഒരു മുസ്ലിമിനെ കാണുന്നത്. അതാണ് ഞാൻ നേരത്തെ ഷർജിൽ ഇമാമിന്റെയും അതുപോലെ തന്നെ ഉമർ ഖാലിദിന്റെയും ട്രീറ്റ് ചെയ്യുന്ന വ്യത്യാസത്തെക്കുറിച്ച്. ഉമർ ഖാലിദിനെ മോശമായി പറയുന്നതിന് വേണ്ടിയല്ല ഈ പറയുന്നത്, മറിച്ച് നമുക്ക് മുസ്ലിം തടവുകാരെ മറ്റിതര തടവുകാരെ നാം വേറിട്ട് കാണുന്നുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം തടവുകാരെ തന്നെ നാം വേറിട്ടാണ് കാണുന്നത് എന്നും ഇതിൽ ഒരു അനീതിയുണ്ട്. ഈ അനീതി ഒരു ഇസ്ലാമോഫോബിയുടെ ഭാഗമാണ് എന്നുകൂടിയാണ് പറയുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ വീഡിയോയിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ അനിൽകുമാർ മുന്നോട്ട് വെക്കുന്ന ഒരു തടവുകാരോട് കാണിക്കുന്ന ഒരു സോഫ്റ്റ് കോർണർ പോലും, തടവുകാരോട് കാണിക്കുന്ന ഒരു അനുഭാവം പോലും മാധ്യമപ്രവർത്തകർക്ക് ഇല്ലാതായിട്ടും കാണാൻ പറ്റും. അതേസമയം അനിൽകുമാർ തന്നെ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഈ തടവറയിലെ വിവിധ ആളുകളെ വ്യത്യസ്ത രീതിയിൽ നോക്കിക്കാണുന്നതും പലതരത്തിൽ തരംതിരിച്ച് കാണുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് പുറത്ത് മാത്രമല്ല, അത് തടവറയ്ക്കുള്ളിലുള്ള അനുഭവങ്ങളിൽ കൂടി പ്രകാശിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. നമ്മളെ നാടിന്റെ പോക്ക് എങ്ങോട്ടാ നിങ്ങളൊന്ന് ആലോചിക്കട്ടെ. ബാബുരാജ് സാറ് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്, സംഘപരിവാറില്ല നമ്മളെ പോലീസിന്റെ എവിടെയൊക്കെ പിടിമുറുക്കിയെന്ന്. എന്തിന് പോലീസുകാരുടെ കാര്യം മാത്രമാണോ? നമ്മളെ നാട്ടിലുള്ള എന്തെങ്കിലും ഒരു കുറ്റത്തിന് പിടിക്കപ്പെടുന്നത് മുസ്ലിം ആണെങ്കിൽ അവനുള്ള തീവ്രവാദിയായിട്ട് ചിത്രീകരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് വരെ ചെയ്യുന്നത്. നിങ്ങളുണ്ടല്ല പല മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അതായത് പ്രതിയുണ്ടല്ല മുസ്ലിം ആണെങ്കിൽ അവന്റെ പേര് കൃത്യമായിട്ട് പറയും, പ്രതി മുസ്ലിം അല്ലെങ്കിൽ ആ പ്രതിന്റെ പേരുണ്ടല്ല പല മാധ്യമങ്ങളും പറയാൻ തയ്യാറാവൂല. ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലുണ്ടല്ലോ ഇപ്പൊ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ഉണ്ടല്ലോ, അതായത് മുസ്ലിംക്കെതിരെ സംഘപരിവാർ കാണിക്കുന്ന വൃത്തികേടിന്റെ വീഡിയോ ഇതിങ്ങനെ ഷെയർ ചെയ്യാൻ കാരണമില്ല, ആരെയും പ്രത്യേകിച്ചിട്ടില്ല മുസ്ലിങ്ങളെ വിഷമിപ്പിക്കാനല്ല. കാരണം സംഘപരിവാർ കാണിക്കുന്ന ഇത്തരം വൃത്തികേട് കാണുമ്പോഴല്ല മിണ്ടാതിരിക്കാണ്ടല്ല ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് മാത്രമാണ് ഇത്തരം വീഡിയോ ഉണ്ടല്ല ഞാൻ ഷെയർ ചെയ്യുന്നതും നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നതും ഒക്കെ. നമ്മളെ നാട്ടിലെ ഭരണമുണ്ടല്ല പല പാർട്ടികൾ മാറി വന്നാലുണ്ടല്ല ഇതിന്റെയൊക്കെ ഉന്നത തലപ്പത്ത് പോലീസിന്റെ ആയാലും എന്തിന്റെ ആയാലും ഉന്നത തലപ്പത്ത് ഇരിക്കുന്നുണ്ടല്ല ഇപ്പൊ മിക്കവാറും സംഘപരിവാറുകാർ തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം സംഘപരിവാറിന്റെ ടീമിനുണ്ടല്ല അത്തരം സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാതെ ഉണ്ടല്ല നമ്മളെ നാട്ടിലെ ഇസ്ലാമോഫോബിയ ഉണ്ടല്ല അത് മാറൂല. എന്തായാലും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി ധൈര്യം കാണിക്കുന്ന ബാബുരാജ് ഭഗവതി സാറിനും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.